കറണ്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നല്ലപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ഉണ്ടെന്ന് തന്നെ പറയാം. ഈ ഒരു വ്യക്തി കുറേ പേർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഒരു ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നം ആയിക്കോട്ടെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ വേദനിപ്പിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അങ്ങനെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു. മറ്റൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാരായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവർ ഭയങ്കരമായിട്ട് വിജയിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചാലും അവർ പോയ ആ ഒരു രീതിയിൽ ഏത് സാഹചര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ പോയത്, ആ ഒരു കാര്യത്തിനൊക്കെ അവർ ഭയങ്കര സക്സസ് ആവും. അല്ലെങ്കിൽ ഇനി അവരുടെ ലൈഫിൽ ഭയങ്കര നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനേക്കാളുപരിയായിട്ട് സന്തോഷമാണ് അവരിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണയിലാണ് അവർ നിങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഡയഡപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണെന്നുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ തുടക്കത്തിൽ ഒരുപാട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കണ്ണും അടച്ച് വിശ്വസിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾ ഒരു രീതിയിലും മറ്റുള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇനി അധികം മുന്നോട്ട് പോകണ്ട, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്നേരം ഒന്നും നിങ്ങളത് കാര്യമാക്കാണ്ട് അത്രത്തോളം ട്രസ്റ്റ് നിങ്ങൾക്കുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു രീതിയിൽ അവോയ്ഡ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ടയർഡപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അവരിപ്പോൾ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുറ്റിനും ഉള്ളതൊന്നുമല്ല റിയാലിറ്റി അവർ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ആരായിരുന്നു അവരെ ചിരിച്ചുകൊണ്ട് അവരെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അവരെ ഒരുപാട് വേദനിപ്പിച്ചത്, ആരാണ് ജെന്യുവനായിട്ട് സ്നേഹിച്ചത് എന്നുള്ളതൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. തികച്ചും അവർ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരവസ്ഥയാണിത്. ഇപ്പോൾ നിങ്ങളുടെ വിലയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ തിരികെ വരുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് കൺഫ്യൂഷനാണ്. ഇനി തിരികെ വന്നാലും ഇല്ലെങ്കിലും അവർ അവരുടേതായ രീതിയിൽ ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ മൂവ് ചെയ്യുന്നതും ആയിട്ടും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെനോ വാട്സ് എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് വിധേനയും അവർ നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല മുന്നോട്ട്. ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു ഓപ്ഷൻ അവർക്ക് മുന്നോട്ടില്ല. കാരണം ഏത് വഴി നോക്കിയാലും എല്ലാം ക്ലോസ്ഡ് ആണ്. അത്രത്തോളമായിട്ട് ഭയങ്കരമായിട്ട് അവർ സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് വഴക്കിട്ടിട്ടും അവർ മനഃപൂർവ്വമായിട്ടൊക്കെ നിങ്ങളിൽ നിന്നും മാറിപ്പോകാനായിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആവണമെന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു രീതിയിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുക, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും നിങ്ങൾ വീണ്ടും 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 ഇവരുടെ പുറകെ ചെന്നിട്ടേ ഉള്ളൂ. അത്രമാത്രം അവഗണന ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും നിങ്ങൾ ഇവരെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവർ പറയുന്ന ഓരോ കള്ളത്തരങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഒരു മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്, പറയുന്നതൊക്കെ കള്ളത്തരമാണ്. എന്നാലും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ല, ഇതങ്ങനെയല്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്തവരുണ്ട്. കാരണം നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് അത്രയും കൂടെ ബെറ്റർ ആണല്ലോ. കാരണം വേറൊരു രീതിയിൽ അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അങ്ങനെ പോകാനിരുന്നൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെക്കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബൈ പറയിച്ച് പോവുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് കരുതിയിട്ട് നിങ്ങളെ അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ പേർക്കെങ്കിലും ഇത് അങ്ങനെയാണ് ഇവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങളായിട്ട് വിട്ടുപോയില്ല. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ ഇവരായിട്ട് തന്നെ ഇവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടാണോ പോയത് അതിലൊന്നും തന്നെ അവർക്കിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല. അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ ഒരു മനസ്സിലാക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണം. നിങ്ങളെക്കൊണ്ട് ഇനി
നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ഇനിയും മുന്നോട്ട് ഒന്നിച്ച് പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇത്രത്തോളം വേദനിപ്പിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഒരിക്കലും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു തോന്നലാണ് അവരുടെ മനസ്സിൽ. ത്രീ ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി ആണെങ്കിലും ഇപ്പോൾ ഉള്ള അവസ്ഥ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടുന്ന് വിട്ടുപോരണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരുപാട് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ പോലും വരുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് അവിടം ഭയങ്കര ഹൃദയഭേദകമായിട്ടുള്ള രീതിയിൽ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും അവരായിട്ട് തന്നെയാണ് പോയത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊരു ബ്രേക്ക് എടുത്തത്, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലൊരു ചീറ്റിംഗ് എനർജി ഒക്കെ കാണിച്ചത് അവരാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളായിരുന്നു ഒരു വെളിച്ചം. അവരുടെ ലൈഫിലുള്ള ഏക ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ്. കാരണം ഇത്രത്തോളം നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് പോലും നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും വിട്ടു പോവാതെ തന്നെ നിങ്ങൾ ഒരുപാട് വേദന സഹിച്ച് എന്നും കണ്ണീരും കൈയായിട്ട് ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചിന്ത മുഴുവൻ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ്. പക്ഷേ നിങ്ങളിലേക്ക് വന്നാൽ എങ്ങനെയാണ്, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്കിപ്പോൾ ഉണ്ട്. ഈ ഒരു സമയത്ത് പോലും നമ്മൾ കറണ്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. പക്ഷേ അവരുടെ കറണ്ട് സിറ്റുവേഷൻ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ലൈഫിൽ ഇനി അവരെന്ത് ചെയ്യണം, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ പോലും അവർക്കില്ല. ചിലപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അവരെ ഫ്രീ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കെട്ടുപാടുകളിൽ പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അവരുടെ അവസ്ഥ പറഞ്ഞ് കരയാൻ പോലും അവർക്ക് സാധിക്കാതെ വരുവാണ്. കാരണം അവർ തന്നെയാണ് അവരുടെ ഒരു അവസ്ഥ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു തേർഡ് പാർട്ടിയെ വിശ്വസിച്ച് അവരുടെ കൂടെ പോയതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ഇവർ കൂടെ മനസ്സ് വെച്ചാണ് അതിലേക്ക് ചാടി പോയതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു വിഷമം അതിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്തതും അവർക്ക് കിട്ടിയതും ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയാണ് വീണ്ടും ചെന്നെത്തിപ്പെട്ടപ്പോഴും കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതെന്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിഷമങ്ങളോ ഒന്നും തന്നെ ഷെയർ ചെയ്യാനും പോലും ഇപ്പോൾ ആരുമില്ല. അതുപോലെ തന്നെ എംബ്രേസ് കാർഡിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരുന്നിരിക്കണം. ഒരു കുഞ്ഞിനെ അമ്മ നോക്കണ പോലെയുള്ള ഒരു സ്നേഹം, അത്രയും കരുതലും ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു വ്യക്തി ഇതൊക്കെ തന്നെ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അത്രയധികം കെയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിനെ അടിച്ച് നോക്കുകയാണെങ്കിലും ഇത്രയധികമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഇവർ ഈ ഒരു സമയത്താണ് അവർ തിരിച്ചറിയുന്നതും. അതുകൊണ്ട് തന്നെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടുന്നത്. റീഡിങ്ങിനെ റീഡിങ്ങായിട്ട് കാണുക. നിങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്ത് പോയി എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും തിരികെ വരികയാണെങ്കിൽ, അപ്പോൾ ഒരു വ്യക്തിയായിട്ടാണ് കുറേ പേർക്കെങ്കിലും ഇവിടെ ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി തിരികെ വരാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുന്നതായിട്ടും നിങ്ങളെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇൻ റിയാലിറ്റി നിങ്ങളുടെ ഒരു ലൈഫിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇങ്ങനെയുള്ളവർ പോയിട്ട് തിരികെ വരുമ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യണോ, മനഃപൂർവ്വമായിട്ട് നിങ്ങൾ വേദനിക്കുമെന്ന് കരുതിയിട്ട്, അതായത് നിങ്ങളെപ്പോലും മറന്നുകൊണ്ട് അവർക്കൊരു സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തിരികെ വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ അക്സെപ്റ്റ് ചെയ്യണോ, അതോ ഒരു മിസ്റ്റേക്ക് പറ്റി ഇനി ഒരു അവസരം കൂടി കൊടുത്ത് വീണ്ടും ലൈഫിലേക്ക് ക്ഷണിക്കണോ, അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടേതായിട്ടുള്ളൊരു ഡിസിഷനാണ്. റീഡിങ്ങിനെ റീഡിങ്ങായിട്ട് തന്നെ കാണുക. ഇതൊരു ജനറൽ റീഡിങ് കൂടിയാണ്. എന്നാലും ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തു, എന്നിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു രീതിയിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ മാത്രം തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അവർ മനസ്സ് മാറി തിരികെ വന്നു. ഇങ്ങനൊരവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങളാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. ചിലപ്പോൾ വിചാരിക്കും ഒരു അവസരം കൂടെ കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ചിലർ വിചാരിക്കും, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഇത്രയും വേദനിപ്പിച്ചതല്ലേ, ഇത്രയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിട്ടും
അതായത് നിങ്ങളെപ്പോലെ നിങ്ങൾ മറന്നുകൊണ്ട് തന്നെ പല കാര്യത്തിലും കൂടെ നിന്നിട്ടും ചതിക്കാനുള്ള മനസ്സ് വന്നിട്ടുള്ള ഒരാളല്ലേ, പിന്നെ എന്തിന് ഒരു അവസരം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് അതിനൊരു ഡിസിഷൻ എടുക്കുക. ഇതിനോട് കിട്ടിയിട്ടുള്ള റീഡിങ്ങിൻ്റെ എനർജി വന്നിട്ട് ഇങ്ങനെയാണ്. മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ടൊക്കെ എടുത്ത് ചാടി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിനപ്പുറത്തെ അവസ്ഥയാണ്. ഭയങ്കര ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ചുറ്റിലും നിന്നിട്ട് ഒരുപാട് പ്രഷർ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ. 7 ഓഫ് വാണ്ട്സ് ആയിക്കോട്ടെ, 3 ഓഫ് വാണ്ട്സ് ആയിക്കോട്ടെ, നൈറ്റ് ഓഫ് വാണ്ട്സ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ പോലെ ഏസ് ഓഫ് കപ്സിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവരുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. കാരണം അവർക്കൊരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. അവർ ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റെന്നൊക്കെ കുറേ കൂടി ഒരു എക്സാമ്പിൾ സഹിതം അവർക്ക് മനസ്സിലാവുന്നൊരവസ്ഥയാണ്. എന്നാലും ഇങ്ങനെയുള്ളവർ തിരികെ വന്നു കഴിയുമ്പോൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യണോ അത് അവോയ്ഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസിഷൻ എടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ.